ഹായ്. ഹായ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു ടെക്നിക്കലായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ആണ്. നമ്മുടെ ചാനലിൻ്റെ പേര് തന്നെ ട്രാവൽ ഓഫ് ടെക്നോളജി എന്നാണ്. അപ്പോൾ ടെക്നിക്കൽ സൈഡിൽ ഇതേവരെ ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടില്ല. അപ്പോൾ ഇത് ഫസ്റ്റ് വീഡിയോ ആണ്, എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ കൂടിയാണ്. ഞാൻ ഇലക്ട്രോണിക്സ് കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. അപ്പോൾ ഇലക്ട്രോണിക്സും ഇലക്ട്രിക്കലായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങൾ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങളെ ചോദിച്ചാൽ എനിക്ക് അറിയാവുന്നതാണെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻവെർട്ടർ, വീടുകൾ വയ്ക്കുന്ന ഇൻവെർട്ടറിൻ്റെ സർവീസായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ആണ്. നമുക്കറിയാം മഴക്കാലം തുടങ്ങാറായി, ഇടിവെട്ടും സ്റ്റാർട്ട് ചെയ്യാറായി. ഇടിവെട്ട് ഭയങ്കര കൂടുതലാണ് നമുക്കിപ്പോൾ. അപ്പോൾ നമുക്കറിയാം ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾ ഏറ്റവും കൂടുതൽ കംപ്ലയിൻറ്റ് വരുന്നത് ഇടിവെട്ടിലൂടെയാണ്. അപ്പോൾ ആ ഇൻവെർട്ടറുകൾക്ക് വരുന്ന കംപ്ലയിൻറ്റ് എങ്ങനെ പരിഹരിക്കുക, അതായത് വീട്ടിലൊരു ടെക്നീഷ്യൻ്റെ സഹായമില്ലാതെ വീട്ടിലുള്ളവർക്ക് തന്നെ എങ്ങനെ ചെയ്യാം എന്നാണ് നമുക്ക് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഞാൻ എൻ്റെ വൈഫും കൂടിയാണ് അത് ചെയ്യുന്നത്. അപ്പോൾ വൈഫിനും കൂടെ എൻ്റെ എക്സ്പീരിയൻസ് ആണ്, കാരണം നിങ്ങൾക്കും അത് ചെയ്യാൻ പറ്റും. ഇൻവെർട്ടറിൻ്റെ സെറ്റപ്പ് വരുന്നത് എല്ലാ കമ്പനിക്കും ഇതേ സെറ്റപ്പ് തന്നെയാണ്, ഒരു ബാറ്ററിയും ഒരു ഇൻവെർട്ടറും. അപ്പോൾ ഏത് ബ്രാൻഡ് മാറിയാലും സെയിം തന്നെ ആയിരിക്കുമല്ലോ കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യാമെന്നാണ് നമ്മുടെ വീടിൻ്റെ മെയിൻ സ്വിച്ച് ഓഫ് ചെയ്യാന്നുള്ളതാണ്. അതാണ് നമ്മുടെ സേഫ്റ്റി മെഷർ. സേഫ്റ്റി നമ്മൾ എപ്പോഴും നോക്കണം. ഇതിന് ശേഷം നമ്മൾ അടുത്ത് ചെയ്യാനുള്ളത് ഇൻവെർട്ടറിൻ്റെ പവർ ബട്ടൺ ഓഫ് ചെയ്യാന്നുള്ളതാണ്. എല്ലാ ഇൻവെർട്ടർക്കും ഫ്രണ്ടിൽ പവർ ബട്ടൺ ഉണ്ടാവും. അപ്പോൾ പവർ ബട്ടൺ നമ്മൾ ഓഫ് ചെയ്യുക. പല രീതിക്കും പല മോഡലും പല രീതിയിലായിരിക്കും ഫ്രണ്ടിൽ പവർ ബട്ടൺ ഓഫ് ചെയ്യുക. എന്നിട്ടാണ് നമ്മൾ പ്രക്രിയയിലേക്ക് കിടക്കുന്നത്. അപ്പോൾ നമുക്ക് അടുത്തേക്ക് കിടക്കാം. നമുക്കിത് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇടിവെട്ടിൻ്റെ എന്നല്ല, നമുക്ക് ഇൻവെർട്ടറിന് എന്തെങ്കിലും കംപ്ലയിൻറ്റ് ഉണ്ടെന്ന് തോന്നുകയാണെങ്കിൽ നമുക്കിത് ചെയ്ത് നോക്കാം. ഇപ്പോൾ ഇൻവെർട്ടർ വല്ല ശബ്ദം ഉണ്ടാക്കിയെന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നം തോന്നുകയാണെങ്കിൽ ഇത് ചെയ്ത് നോക്കാം. അപ്പോൾ ആ ചെയ്ത് എന്താണെന്ന് കാണിച്ചു തരാം. അതിന് നമുക്ക് ആകെ വേണ്ട ടൂൾ എന്ന് പറയാനായിട്ട് 13-ന്റെ 2 സ്പാനറാണ്. 13-ന്റെ 2 സ്പാനർ ഇതിന് ആകെ ആവശ്യമുള്ളൂ. അപ്പോൾ അത് നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ ബാക്കി എങ്ങനെ ചെയ്യണമെന്ന് വെച്ചാൽ കാണാം. അപ്പോൾ ബാറ്ററിക്ക് നമുക്ക് വരുന്നത് 2 ടെർമിനലാണ്. ഒരു പ്ലസ് ഉണ്ടാവും, ഒരു മൈനസ് ഉണ്ടാവും. അതായത് ഒരു ബ്ലാക്ക് വയറും ഒരു റെഡ് വയറും. നമുക്കിത് ചെയ്യാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഏതെങ്കിലും ഒരു വയർ, ഒന്നെങ്കിൽ റെഡ് ആവാം അല്ലെങ്കിൽ ബ്ലാക്ക്. നമുക്കത് ഏതാണോ അഴിക്കാൻ എളുപ്പം. പല സൈഡിൽ ഇരിക്കുന്നത് പല രീതിയിലാണ്. ഇപ്പോൾ എവിടെയാണോ നമുക്ക് അഴിക്കാൻ എളുപ്പം ആ ഏത് വയറാണ് അഴിക്കാം. ഫസ്റ്റ് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ ഈ ടെർമിനൽ അഴിക്കാന്നുള്ളതാണ്. അപ്പോൾ സ്പാനർ ഇട്ടിട്ട് ഇത് നെട്ടുമ്പോട്ട് നമ്മൾ പതിയെ അഴിക്കുക. ടെർമിനൽ അഴിക്കുക എന്നുള്ളതാണ് ആദ്യം ചെയ്യാനുള്ളത്. ടെർമിനൽ അഴിച്ചു, ഇത്രേ ഉള്ളൂ നമ്മളെ ചെയ്യാനുള്ള കാര്യം. ഈ ടെർമിനൽ അഴിച്ച് നമുക്ക് 10 സെക്കൻഡ് ഇതിനെ അഴിച്ച് പിടിക്കാം, റിലീസ് പിടിക്കാം. 10 സെക്കൻഡാണ് സമയം. നമ്മൾ 10 സെക്കൻഡ് നമ്മൾ റിലീസ് പിടിച്ചിട്ട് നമുക്ക് രണ്ടാമത് റീകണക്ട് ചെയ്യാം. അഴിച്ചത് എങ്ങനെയാണ് അതുപോലെ തന്നെ കണക്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ അഴിച്ച ടെർമിനൽ അതുപോലെ തന്നെ കണക്ട് ചെയ്യാം. നമ്മൾ ഈ അത് സ്പാർക്ക് വരും. ഇതാണ് ഈ ഭയം, പേടി വരുന്നത്. ആ പേടി നമുക്ക് പേടിക്കാം, കാരണം നമ്മൾ ഷോക്കൊന്നും അടിക്കില്ല. ജസ്റ്റ് കണക്ട് ചെയ്യുക. എങ്ങനെയാണോ ഇരുന്നത് അതുപോലെ തന്നെ നെട്ടിടുക. സ്പാനർ ഉപയോഗിച്ച് നല്ലതുപോലെ ടൈറ്റ് ചെയ്യണം. ഒരു കാരണവശാലും നമ്മൾ കൈ കൊണ്ടോ പ്ലെയർ കൊണ്ടോ മുറുക്കരുത്. സ്പാനർ ഉപയോഗിച്ച് നല്ലതുപോലെ ടൈറ്റ് ചെയ്യണം. ടൈറ്റ് ചെയ്യാതിരുന്ന് കഴിഞ്ഞാൽ ഈ ഭാഗം ഹീറ്റ് ആവും, ഇത് മെൽറ്റ് ആയിരിക്കും. നല്ലതുപോലെ ടൈറ്റ്. അതിനോട് നമ്മൾ സ്പാനർ ഉപയോഗിക്കുന്നത് പറഞ്ഞു. ഒരു കാരണവശാലും പ്ലെയർ ടൈറ്റ് ചെയ്യരുത്, സ്പാനർ ടൈറ്റ് തന്നെ ചെയ്യണം. ഇത്രേ ഉള്ളൂ നമ്മുടെ ഇൻവെർട്ടറിനെ ഞാൻ പറഞ്ഞാൽ നമുക്ക് ചെയ്യാൻ സെൽഫ് സർവീസ് എന്ന് പറഞ്ഞ സംഭവം ഇത്രേ ഉള്ളൂ. അതായത് ഇടിമിന്നലോ മറ്റുള്ള എന്തെങ്കിലും കംപ്ലയിന്റ് വന്നാൽ നമുക്ക് ആദ്യമായി ചെയ്യാവുന്ന കാര്യമായിട്ട് നമ്മൾ കാണിച്ചത്. അപ്പോൾ ഇത് ചെയ്തതിന് ശേഷം നമ്മൾ ഇൻവെർട്ടറിന്റെ കണ്ടിട്ട് സ്വിച്ച് ഓൺ ചെയ്യുക. മെയിൻ ഓഫ് ചെയ്തിട്ടുള്ളത് ഓൺ ചെയ്യുക. വർക്കിംഗ് ആയോ എന്ന് നോക്കുക. വർക്കിംഗ് ആയെങ്കിൽ നമുക്ക് ഓക്കെ. അല്ലാത്ത പക്ഷം മാത്രമേ നമുക്ക് ടെക്നീഷ്യന്റെ വഴി നമുക്ക് പോകേണ്ട ആവശ്യമുള്ള കമ്പനി സർവീസോ അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് അറിയുന്ന ആൾക്കാരെ വിളിച്ച സർവീസോ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു, ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇൻവെർട്ടറിലൊക്കെ കംപ്ലയിന്റ് വരുന്ന ആൾക്കാർക്ക് ഇത് ചെയ്ത് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇനി എന്തെങ്കിലും ഇതിന്റെ ബന്ധപ്പെട്ട സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി, ഞാൻ പറഞ്ഞുതരാം. ഇനി ഇൻവെർട്ടറിന്റെ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യണം, ബാറ്ററി എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യണം, ബാറ്ററിയുടെ കണക്ഷൻ എങ്ങനെ ക്ലീൻ ചെയ്യണം എന്നൊക്കെ ഉണ്ട്. അതൊക്കെ ആർക്കെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ വീഡിയോ കൂടി ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഉപകാരപ്പെടുന്ന വിശ്വാസത്തോടു കൂടി ബൈ.